പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമ്മൾ അയം കലാം കെ ബഹാനെ എന്ന ഫിലിമി ലേഖിലെ എക്സാമിന് വരാൻ സാധ്യതയുള്ള കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കണം. ടെക്സ്റ്റ് ബുക്കിലുള്ള ഓരോ വരിയും അർത്ഥം മനസ്സിലാക്കി തന്നെ വായിച്ച് പഠിക്കാം. നിങ്ങൾക്ക് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുന്ന കുട്ടികൾക്ക് അതിലുള്ള ആൻസർ ഒക്കെ എഴുതാൻ പറ്റുള്ളൂ. അതെല്ലാം നിങ്ങൾ ഈ തരുന്ന വീഡിയോ നന്നായിട്ട് കണ്ടു പഠിക്കാം. അതായത് അതിലുള്ള ഏകദേശം എല്ലാ ഭാഗവും ഉൾപ്പെടുത്തിയിട്ടാണ് ഈ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. നന്നായിട്ട് 5ഓ 10ഓ പ്രാവശ്യം കേട്ട് അല്ലെങ്കിൽ എഴുതി നിങ്ങൾ പഠിക്കണം. ഓക്കെ, നോക്കാം. അയം കലാം കെ ബഹാനെ കിസ്കി രചന ഹെ? മിഹിർ കി. അറിയാലേ മിഹിറിന്റെ രചനയാണ് എന്നുള്ളത്. നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം നിങ്ങൾ എക്സാം എഴുതാൻ. നിങ്ങൾക്ക് കൃത്യമായിട്ട് മാർക്ക് കിട്ടിയാൽ മാത്രമേ നിങ്ങൾ പാസ്സാവത്തുള്ളൂ. അതുകൊണ്ട് ആദ്യം തന്നെ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അയം കലാം കെ ബഹാനെ കിസ് വിധാമേ ആത്തി ഹെ? അയം കലാം കെ ബഹാനെ ഏത് രചനയാണ്, ഏതിൽ വരുന്ന രചനയാണ്? കഥയാണോ കവിതയാണോ? അതാണ് ചോദിച്ചിരിക്കുന്നത്. ഫിലിമി ലേഖ ഏതാണ്? ഫിലിമി ലേഖാണ് അയം കലാം കെ ബഹാനെ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രസ്തുത അംശ കെ മുഖ്യ പാത്ര കോൻ കോൻ ഹെ? അതായത് അയം കലാം കെ ബഹാനെ എന്നതിലെ ആ ഫസ്റ്റ് പാർട്ട് ഉണ്ടല്ലോ, ആ ഫസ്റ്റ് പാർട്ടിലുള്ള മുഖ്യ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? മിഹിറും മോർപാലും. ഇതിൽ 2 ഭാഗമായിട്ടാണുള്ളത്. ഒന്ന് ഫിലിമിനെ കുറിച്ച് പറയുന്ന ഭാഗമുണ്ട്, ഫിലിമിന്റെ നിരൂപണമുണ്ട് അല്ലേ. രണ്ടാമത് പറയുന്നത്, ഫസ്റ്റ് പറയുന്നത് അവരുടെ ജീവിതത്തിലുള്ള കാര്യമാണ്. അങ്ങനെ 2 ഭാഗമായിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ഭാഗത്തിൽ മിഹിറും മോർപാലുമാണുള്ളത്. രണ്ടാമത് ഫിലിമിലുള്ള ആളുകളാണ് കലാം, അതായത് ചോട്ടൂയ കലാം, രൺവിജയ്. അവർ 2 പേരാണ് സിനിമേന്റെ ആ ഭാഗത്ത് വരുന്നത്. ഫസ്റ്റ് ഭാഗത്ത് വരുന്നത് മിഹിറും മോർപാലും. ഓക്കെ, ഇതിൽ മിഹിർ പണക്കാരനായ കുട്ടിയും മോർപാൽ ദരിദ്രനായ കുട്ടിയുമായിരുന്നു. അത് രണ്ടും മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതല്ല. മിഹിർ, മോർപാൽ ആണ് പാവപ്പെട്ട വീട്ടിലെ കുട്ടി, മിഹിർ ധനികനായ കുട്ടിയായിരുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെടുന്നതാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ വരുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യേണ്ടത്. ഓക്കെ, കക്ഷാമേ ബച്ചേ കഹാം ബൈഠ്തേ ഥേ? ക്ലാസ്സിൽ കുട്ടികൾ എവിടെയാണ് ഇരുന്നിരുന്നത്? ദരി പട്ടി പർ. ഉനെ കക്ഷാമേ കൈസേ ബിഠാത്തേ ഥേ? അവരെ എങ്ങനെയാണ് ക്ലാസ്സിൽ ഇരുത്തിയിരുന്നത്? നാം കെ പഹലെ അക്ഷരോं के क्रम के आधार पर. പേരിന്റെ ആദ്യത്തെ അക്ഷരത്തിന്റെ ക്രമം അനുസരിച്ചിട്ടാണ് അവരെ ക്ലാസ്സിൽ ഇരുത്തിയത്. മോർപാൽ കെ ഗാനെ കെ ഡിബ്ബെ മേ ക്യാ ഹോത്തെ ഥേ? മോർപാലിന്റെ ടിഫിൻ ബോക്സിൽ എന്താണ് ഉണ്ടാവാറുള്ളത്? ചാച്ച്, മോര്. മിഹിർ കെ ഗാനെ കെ ഡിബ്ബെ മേ ക്യാ ഹോത്തെ ഥേ? മിഹിറിന്റെ ടിഫിൻ ബോക്സിൽ എന്താണ് ഉണ്ടാവാറുള്ളത്? രാജ്മാ ചാവൽ. मिहिर के गाने के डिब्बे में राजमा चावल देखते ही मोरपाल की बांझें गिल जाती थी क्यों? മിഹിറിന്റെ ടിഫിൻ ബോക്സിൽ രാജ്മ കാണുമ്പോഴേക്കും മോർപാലിനെ വളരെയധികം സന്തോഷമാകുമായിരുന്നു. എന്തുകൊണ്ട്? ബാഞ്ചേം ഗിൽ ജാന എന്ന് പറഞ്ഞാൽ പ്രസന്ന ഹോന അല്ലെങ്കിൽ ഖുഷി ഹോന. ഇതും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നതാണ് 1 മാർക്കിന്. ബാഞ്ചേം ഗിൽ ജാന. ആൻസർ നോക്കാം. രാജ്മാ ചാവൽ അമീരോ കാ ഭോജൻ ഹെ? രാജ്മാ ചാവൽ ധനികരുടെ ഭക്ഷണമാണ്. മോർപാൽ തോ ഗരീബ് പരിവാർ കാ ലഡ്കാ ഹെ? മോർപാൽ ദരിദ്ര കുടുംബത്തിലെ കുട്ടിയാണ്. അവൻ ആ ഭക്ഷണം കണ്ടിട്ടുമില്ല, കഴിച്ചിട്ടുമില്ല. അതുകൊണ്ടാണ് മിഹിറിന് ആ ഭക്ഷണം ടിഫിൻ ബോക്സിൽ കാണുമ്പോഴേക്കും അവൻ വളരെയധികം സന്തോഷിച്ചത്. ഗേൽഗണ്ടി കെ സമയ് ഉൻകാ സൗദാ ക്യാ ഥാ ക്യോ? ഗേൽഗണ്ടിയുടെ സമയത്ത് 2 പേരുടെയും സൗദ കച്ചവടം എന്തായിരുന്നു? എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ഒരു കച്ചവടം ചെയ്യാമെന്ന് തീരുമാനിച്ചത്? ഗാനേക്ക് അദലാബദലീക്ക. അവരുടെ കച്ചവടം എന്തായിരുന്നു? ഗാനേക്ക് അദലാബദലി, ഭക്ഷണം കൈമാറുക.
ക്യോം കി അങ്ങനെ തീരുമാനിച്ചത് എന്തുകൊണ്ടെന്നാൽ ദോനോം ഏക ദൂസരെ കാ ഗാന പസന്ത് കർത്തേ ഥേ രണ്ടുപേരും മറ്റൊരാളുടെ ഭക്ഷണമാണ്, രണ്ടുപേരും പരസ്പരം ഒരാൾ മറ്റൊരാളുടെ ഭക്ഷണമാണ് വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നത്. ഇത്തനാ ഹി നഹീം വേ ദിലി ദോസ്ത് ഭി ഹൈ ഇത് മാത്രമല്ല അവര് നല്ല അടുത്ത ഫ്രണ്ട്സുമായിരുന്നു. മിഹിർ കി കംസോരി ക്യാ ഹൈ മിഹിറിന്റെ ബലഹീനത എന്തായിരുന്നു? ചാച്ച് ചാച്ചാണ് മിഹിറിന്റെ കംസോരി. ചാച്ച് എന്ന് പറഞ്ഞ മോര്. മോർബാൽ ने पहले രാജ്മാ देखा ही नहीं था कारण क्या है മോർബാൽ ആദ്യം രാജ്മ കണ്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. എന്താണ് അതിന് കാരണം? മോർബാൽ കി ഗരീബി മോർബാലിന്റെ ദാരിദ്ര്യം. മോർബാൽ കെയ്സെ സ്കൂൾ ആയാ കർത്താത മോർബാൽ എങ്ങനെയാണ് സ്കൂളിലേക്ക് വന്നുകൊണ്ടിരുന്നത്? 15 കിലോമീറ്റർ സൈക്കിൾ ചലാക്കെ 15 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടിയാണ് അവൻ സ്കൂളിലേക്ക് വന്നുകൊണ്ടിരുന്നത്. ക്യാ മിഹിർ സ്കൂൾ ജാന പസന്ത് കർത്താത മിഹിർ സ്കൂളിൽ പോവാൻ ഇഷ്ടപ്പെട്ടിരുന്നോ? നെഹി വഹ് സ്കൂൾ ജാന പസന്ത് നെഹി കർത്താത ഇല്ല, അവൻ സ്കൂളിൽ പോവാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. रविवार की छुट्टी का दिन उनके लिए हफ्ते का सबसे बुरा दिन हुआ करता ऐसा क्यों कहा गया है? ഞായറാഴ്ച ദിവസം ഞായറാഴ്ചയാകുന്ന അവധി ദിവസം ഉൻകെ ഹഫ്തേക്ക സബ്സെ ബുരാ ദിൻ അവന് അത് ആഴ്ചയിലെ ഏറ്റവും ചീത്ത ദിവസമായിട്ടാണ് തോന്നിയത്. ഞായറാഴ്ച അവധിയാണ്, ആ അവധി ദിവസം അവന് ആഴ്ചയിലെ ഏറ്റവും ചീത്ത ദിവസമായിട്ട് തോന്നി. ആർക്ക്? മോർപാലിന്. ക്യോം എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നിയത്? അതേ മീനിങ് വരുന്ന അതേ ആൻസർ എഴുതേണ്ട മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. മോർപാൽ ബിനാ നാഗ ക്യോം സ്കൂൾ ചല ആത്താത മോർപാൽ ആബ്സെന്റ് ആവാതെ ബിനാ നാഗ എന്ന് പറഞ്ഞാല് ആബ്സെന്റ് ആവാതെ എല്ലാ ദിവസവും സ്കൂളിൽ വന്നിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ എല്ലാ ദിവസവും സ്കൂളിൽ വന്നത്? മോർപാൽ ഗരീബ് ത മോർപാൽ ദരിദ്രനായിരുന്നു. ഐസെ ബച്ചോं को छुट्टी के दिन अपने परिवार में कमरतोड़ मेहनत और गेत मजदूरी करने पड़ते हैं അവന് അങ്ങനെയുള്ള കുട്ടികൾക്ക് എന്നാണ് ഇവിടെ പറഞ്ഞത്. പക്ഷെ ഇവിടെ നമ്മുടെ മോർപാലിന് ചുട്ടിക്കെ ദിൻ അവധി ദിവസം സ്വന്തം വീട്ടിലെ എല്ല് മുറിയെ പണി ചെയ്യേണ്ടതായിട്ട് വരും. അതായത് അവർക്ക് കഠിന പരിശ്രമം ചെയ്യേണ്ടതായിട്ട് വരും, കൃഷിപ്പണി ചെയ്യേണ്ടതായിട്ട് വരും. സ്കൂൾ ജാത്തെ സമയഹി ഉന്നെ ദോഡാസ ആരാം മിൽത്താത സ്കൂളിൽ വരുന്ന സമയത്ത് മാത്രമാണ് അവന് കുറച്ച് വിശ്രമം ലഭിക്കുന്നത്. അതുകൊണ്ടാണ് അവൻ സ്കൂളിൽ വരാൻ ആഗ്രഹിച്ചിരുന്നത്. മിഹിർ നീലി കാക്കി യൂണിഫോം സെ ഹമേശ ചിടാ കർത്താത ക്യോം മിഹിർ നീലയും കാക്കിയും യൂണിഫോമിനെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. എന്താണ് അതിന് കാരണം? മിഹിർ അമീർ ഹോനെ കെ കാരൺ ഉസ്കെ പാസ് യൂണിഫോം സെ ബേഹത്തർ കപ്പടെ ദേ മിഹിർ ധനികനായത് കൊണ്ട് തന്നെ അവന്റെ കയ്യിൽ യൂണിഫോമിനേക്കാൾ വിലമതിക്കുന്ന വളരെ നല്ല വസ്ത്രങ്ങൾ അവന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ജിനെ വഹ് പസന്ത് കെ അനുസാർ ഖരീദാത അതെല്ലാം അവൻ സ്വന്തം ഇഷ്ടാനുസരണം വാങ്ങിയതായിരുന്നു. അയം കലാം നാമക് ഫിലിം കെ നിദേശക് കോൻ ഹെ അയം കലാം നാമക് ഫിലിമിന്റെ നിദേശകൻ ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നീൽ മാധവ് പാണ്ഡ. നീൽ മാധവ് പാണ്ഡെയാണ് അയം കലാം എന്ന ഫിലിമിന്റെ നിദേശക്. ഫിലിം കെ നായക് കാ നാം ക്യാ ഹെ ഫിലിമിലെ നായകന്റെ പേര് എന്തായിരുന്നു? ചോട്ടു. ചോട്ടു യാ കലാം അല്ലേ? കലാം കാ സപ്ന ക്യാ താ കലാമിന്റെ സ്വപ്നം എന്തായിരുന്നു? സ്കൂൾ ജാന ആർ രാഷ്ട്രപതി കലാം സാ ബനന ഈ സാ എന്നിടത്ത് ജയ്സ എന്നും ചേർക്കാട്ടോ. സ്കൂൾ ജാന ഓർ രാഷ്ട്രപതി കലാം ജയ്സ ബനന സ്കൂളിൽ പോവുക, രാഷ്ട്രപതി കലാമിനെ പോലെ കലാം ജയ്സ മഹാൻ ബനന കലാമിനെ പോലെ മഹാനാവുക എന്നതായിരുന്നു കലാമിന്റെ സ്വപ്നം. ചോട്ടു കെ ദോസ്ത് കാ നാം ക്യാ ഹെ ചോട്ടുവിന് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ സിനിമയിലുള്ള ഭാഗം അല്ലേ, അതിൽ ചോട്ടുവിന് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ ഫ്രണ്ടിന്റെ പേര് എന്താണ്? രൺവിജയ്. ആരാണ് ചോട്ടുവിന്റെ ഫ്രണ്ട്? രൺവിജയ്. ബാക്കി 99 कहानियों को भी भूलना नहीं चाहिए जो हमारे बचपनों में है
ലേഖകനെ ഐസ ക്യോം കഹാ ഹെ. അഥവാ അതേ മീനിങ് വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് കലാം കി കഹാനി സൗമേ ഏക് കി കഹാനി ഹെ ക്യോം. കലാമിന്റെ കഹാനി 100-ൽ ഒരാളുടെ കഹാനിയാണ് എന്ന് പറഞ്ഞല്ലോ, അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? फिल्म में कलाम मित्र की मदद से अपना सपना पूरा कर लेता है. ഫിലിമിലെ കലാം, ചോട്ടു യാ കലാം, ഫിലിമിലെ നായകനായിട്ടുള്ള കലാം അവന്റെ ഫ്രണ്ടിന്റെ സഹായത്തോടു കൂടിയിട്ടാണ് അവന്റെ സ്വപ്നം പൂർത്തിയാക്കുന്നത്. അവന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന് അവന്റെ ഫ്രണ്ടിന്റെ സഹായം ലഭിക്കുന്നു. लेकिन हमारे समाज में ऐसी घटनाएं കം ഹി മിൽത്തി ഹെ. എന്നാൽ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വളരെ കുറച്ച് മാത്രമാണ് ലഭിക്കുന്നത്. ഇസ്ലിയെ ഐസ കഹാ ഗയാ ഹെ. അതുകൊണ്ടാണ് ഇപ്രകാരം പറഞ്ഞത്. 100-ൽ ഒരാളുടെ കഹാനിയാണ് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഇങ്ങനെയുള്ള സഹായം ലഭിച്ചിട്ട് നമ്മുടെ സിനിമയിലെ നായകനായ ചോട്ടു യാ കലാം അവന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി സ്കൂളിൽ പോകുന്നതായിട്ടാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചത് അല്ലേ? അപ്പൊ അവൻ ആ സ്വപ്ന സാക്ഷാത്കാരം നേടാൻ സാധിച്ചത് അവന്റെ ഫ്രണ്ടിന്റെ സഹായത്തോടെയാണ്. പക്ഷേ ഇതുപോലെ എല്ലാവർക്കും സഹായം കിട്ടണം എന്നില്ല. പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും എല്ലാവർക്കും അതുപോലെ സഹായം കിട്ടണം എന്നില്ല. 100-ൽ ഒരാൾക്ക് മാത്രമേ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ കഹാനി 100-ൽ ഒരാളുടെ കഹാനിയാണ് എന്ന് പറഞ്ഞത്. ഓക്കെ, മനസ്സിലായല്ലേ? ഇനി ഇതിന്റെ ബാക്കി ഭാഗവുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.